ഇന്റർവ്യൂ പലപ്പോഴും രസകരമാണ്. മണ്ടന്മാർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ബുദ്ധിയുള്ളവർ ഉത്തരം നൽകുന്നു എന്ന് ആരോ ഇന്റർവ്യൂയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മാനസിക പീഡനമുറ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇന്റർവ്യൂ ആണ്. ഒരു മുറിക്കുള്ളിൽ ഗൗരവഭാവത്തിൽ ഇരിക്കുന്ന കുറച്ചുപേർ ചേർന്നുകൊണ്ട് പുറത്തു നിന്ന് വരുന്ന പാവം ഉദ്യോഗാർത്ഥിയെ ചോദ്യശരങ്ങൾ എറിഞ്ഞു കൊല്ലുന്ന വിചിത്രമായ ഒരു കലാപരിപാടിയാണത്. IT മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ എൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യൻ ഓൺലൈനായി അല്ല ഓഫ്ലൈനായി ഈ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത കഥ വളരെ രസകരമാണ്. അവൻ പറഞ്ഞതനുസരിച്ച് അതേതാണ്ട് ഇങ്ങനെയാണ്. നടേ പറഞ്ഞതുപോലെ ഇന്റർവ്യൂ ബോർഡിൽ കോട്ടും സൂട്ടും ഇട്ട് 4-5 ആൾക്കാർ ഇരിക്കുന്നു. ആദ്യത്തെയാളുടെ ചോദ്യം: നിങ്ങളെ ഞങ്ങൾ എന്തിനാണ് ഈ ജോലിക്ക് എടുക്കേണ്ടത്? കാര്യങ്ങൾ വളച്ചു കെട്ടില്ലാതെ പറയുന്നവനായതുകൊണ്ട് ഉള്ള സത്യം അവൻ തുറന്നു പറഞ്ഞു. സാറന്മാരെ, എനിക്ക് ഒരു ജോലി വേണം, ജീവിക്കാൻ പണം വേണം, നിങ്ങൾക്ക് പണിയെടുക്കാൻ ഒരാളെ വേണം. ഇതിൽ കൂടുതൽ എന്ത് വലിയ തത്വശാസ്ത്രമാണ് ഇതിലുള്ളത്? കോട്ടും സൂട്ടും ഇട്ടവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒരു തരം ഇളഭ്യരായ ചിരി ചിരിച്ചു. അടുത്തയാളിൽ നിന്നും അടുത്ത ചോദ്യം വന്നു. അതിങ്ങനെ: അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ സ്വയം എവിടെ കാണുന്നു? അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ സ്വയം എവിടെ കാണുന്നു? മനസ്സിലെ നിങ്ങളുടെ ഈ കസേരയിൽ എന്നവന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും വളരെ ഭവ്യതയോടെ അവൻ മറുപടി പറഞ്ഞു: കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം ഞാനും ഒരു വലിയ പദവിയിൽ. കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം, അടിവെച്ചുള്ള വളർച്ചയ്ക്കൊപ്പം ഞാനും ഒരു വലിയ പദവിയിൽ എന്നാണ് അവൻ കാച്ചിയത്. ഇന്റർവ്യൂക്കാരുടെ മുഖത്ത് ഇപ്പോഴൊരു നിഗൂഢ മന്ദസ്മിതം. മൂന്നാമത്തെ ആളിന്റെ ചോദ്യം വന്നു: നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണ്? സാർ, ഞാൻ പണി തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. സമയവും കാലവും മറന്ന് ജോലി ചെയ്യും. എൻ്റെ ഈ അമിത അധ്വാനമാണ് എൻ്റെ ഏറ്റവും വലിയ ശാപം. ഇന്റർവ്യൂവിൽ ചോദ്യം ചോദിക്കുന്നവന്റെ മണ്ടത്തരത്തെക്കാൾ ഒരു പടി മുന്നിലാണ് എൻ്റെ ഈ പയ്യൻ ഉത്തരം പറഞ്ഞത്. അവന്റെ ബുദ്ധി ഒന്ന് നോക്കണം. കാരണം അവിടെ സത്യം പറഞ്ഞാൽ ജോലി കിട്ടില്ല എന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പച്ചക്കള്ളങ്ങൾ ഏറ്റവും മനോഹരമായി പാക്ക് ചെയ്ത് വിൽക്കുന്ന കലയാണ് അവൻ അവിടെ പുറത്തെടുത്തത്. ദി ഇന്ത്യൻസ് ക്യാൻ വർക്ക് ഓൺലി അണ്ടർ ദ പ്രഷർ എന്ന് വിശ്വസിക്കുന്ന നാലാമന്റെ ചോദ്യം. അങ്ങനെ കുറെ പേരുണ്ട്. ഈ ഗൾഫിലൊക്കെ പോയാല് അവര് മെയിൻ പറയുന്ന ഒരു കാര്യം, ദി ഇന്ത്യൻസ് ക്യാൻ വർക്ക് ഓൺലി അണ്ടർ ദ പ്രഷർ. അതുകൊണ്ട് അവരെ പ്രഷർ ഇട്ടുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കിയ നാലാമന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ, അതായത് പ്രഷറിനെ അതിജീവിക്കാൻ കഴിയുമോ? നമ്മുടെ പയ്യൻ: എനിക്ക് പ്രഷറിലാണ് സാർ കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ കഴിയുന്നത്. പ്രഷർ കുക്കർ അല്ലാതെ മറ്റൊരു പ്രഷറും താങ്ങാൻ പറ്റാത്തവനാണ് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നോർക്കണം. പിന്നെയും ഒന്ന് കുറെ മണ്ടൻ ചോദ്യങ്ങൾ. നിങ്ങളുടെ ഹോബി എന്താണ്? ജോലി ചെയ്യാൻ വരുന്നവന്റെ ഹോബി അറിഞ്ഞിട്ട് കമ്പനിക്ക് എന്ത് കിട്ടാൻ? ഇൻസ്റ്റാഗ്രാം റീൽസ് കാണൽ എന്നത് മറച്ചു വെച്ച് എന്നാലും അവൻ പറഞ്ഞു പുസ്തക വായനയും സാമൂഹിക സേവനവും. എന്തോ ഒരു ഉത്തരം. പിന്നെ ഒരാൾ ചോദിച്ചു, പിന്നെ തിരിച്ച് മറിഞ്ഞ് ഇങ്ങനെ വരികയാണ് അടുത്തയാളിലേക്ക്: എന്തുകൊണ്ടാണ് മുൻ ജോലി രാജിവെച്ചത്? ശമ്പളം കുറവായത് കൊണ്ടും ബോസ് ശരിയല്ലാത്തത് കൊണ്ടും എന്നവൻ പറഞ്ഞില്ല. പകരം പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും വളരാനും വേണ്ടി സാർ എന്ന് കാച്ചി. ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് എന്തറിയാമെന്നായി ഇന്റർവ്യൂവിലെ അടുത്ത ആള്. ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങൾ വെറുതെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഈ മണ്ടന്മാരെ മനസ്സിൽ കളിയാക്കി സധൈര്യം അവൻ പറഞ്ഞു: ഈ മേഖലയിലെ ഏറ്റവും വലിയ വിപ്ലവമാണ് ഈ കമ്പനി. അതിര് കടന്ന പുകഴ്ത്തലും. ഇങ്ങനെ ഈ മേഖലയിലെ ഏറ്റവും വലിയ വിപ്ലവമാണ് ഈ കമ്പനി. ചുരുക്കം പറഞ്ഞാൽ ഇന്റർവ്യൂ എന്നത് പരസ്പരം പറ്റിക്കാൻ വേണ്ടി 2 കൂട്ടർ ഒത്തുകൂടുന്ന ഒരു മഹത്തായ ചടങ്ങാണ്. ചോദ്യം ചോദിക്കുന്നവൻ
താൻ വലിയ ബുദ്ധിമാനാണെന്ന് നടിക്കാൻ മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അതിന് മുന്നിലിരിക്കുന്ന ബുദ്ധിമാനായ ഇര, എന്റെ ബന്ധുവിനെ പോലെയുള്ളവർ, തനിക്ക് ആ ജോലി വേണമെന്ന ഒരൊറ്റ ലക്ഷ്യത്താൽ ആ ചോദ്യങ്ങളെയെല്ലാം തന്റെ അതിജീവന ബുദ്ധി കൊണ്ട് നേരിടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്റർവ്യൂവിന് പ്രാപ്തരായിരിക്കുന്ന എല്ലാവരോടും പറയാണ്, ഇന്റർവ്യൂവിൽ പോയാലും ആരും വിഷമിക്കേണ്ടതില്ല. കാരണം ചോദ്യങ്ങൾ ചോദിച്ചവന്റെ ബുദ്ധിക്കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പോയത് എന്ന് വിശ്വസിക്കുന്നതിലാണ് യഥാർത്ഥ ബുദ്ധി.